400 സീറ്റ് ലക്ഷ്യമിട്ട് മോദി സർക്കാരും BJPയും ബ്രഹ്മാണ്ഡ പ്രചാരണം നടത്തുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് നിർഭയനായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ശബ്ദമില്ലാത്തവൻ്റെ മാത്രമല്ല, ഭയത്താൽ നാവ് കെട്ടപ്പെട്ടവൻ്റെ കൂടി ശബ്ദമായി മാറുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. രാജ്യം ഏകാധിപത്യത്തിലേക്ക് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ധ്രുവറാഠി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും അജണ്ടകൾ സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചു. ഇന്ന് പ്രതിപക്ഷത്തെ ഒരു നേതാവിനും കഴിയാത്ത നിലയിൽ ജനങ്ങളോട് ഹൃദയം കൊണ്ട് സംവദിച്ചു. തങ്ങളുടെ നാവിലും തലച്ചോറിലും വീണ കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ ഇന്ത്യൻ യുവതയെ ഈ ചെറുപ്പക്കാരൻ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയതിനും BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ പോയതിനും ധ്രുവറാഠിയുടെ വീഡിയോകളും വലിയ പങ്ക് വഹിച്ചു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു.